ഹലോ അസ്സലാമലൈക്കും ചിന്നു വെൽക്കം ബാക്ക് ടു അപ്പൊ ഇസുകുട്ടൻ അവിടെ കിടക്കുന്നുണ്ട്. നമ്മള് ജിന നമ്മള് പോവാണ് ഇങ്ങോട്ടേക്ക് ചെറിയൊരു യാത്ര പോവാണല്ലേ. നമ്മളിപ്പം കൊറേ ആയി ഒറ്റയ്ക്ക് യാത്ര പോയിട്ട് നമ്മളെ ഈ ഒരു ഫാമിലി മാത്രമായിട്ടുള്ള ഒരു യാത്ര നമ്മള് ഒന്ന് ആസ്വദിക്കാം. എന്തൊക്കെയാ സുനിക്കാണ് പ്ലാൻ ചെയ്ത് എന്തൊക്കെയാന്നുള്ളതൊക്കെ പോകുമ്പോ കണ്ടറിയാം. എന്താണ് ഇസു അടി പൊട്ടിട്ടോ. നമ്മളെ ഇസുകുട്ടന് വലിയ ഒരു സുഖമില്ല, ചെറുതായിട്ടൊരു ഇതുണ്ട് അല്ലേ. അതെ, പക്ഷെ നമ്മള് ഓൾറെഡി ഓനോട് വേണ്ടാന്ന് പറഞ്ഞിട്ടോ. വേണ്ടാന്ന് പറഞ്ഞില്ല, ഞങ്ങൾ ക്യാൻസൽ ചെയ്യാൻ വിചാരിച്ചിരുന്നു. റൂമൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തണ്. ക്യാൻസൽ ചെയ്യാൻ വിചാരിച്ചപ്പോ പിന്നെ പോവാന്ന് പറഞ്ഞോണ്ട് അങ്ങനെ പോവാണ്. അപ്പൊ ഏതായാലും ഇന്ന് നമുക്ക് രാഹത്തായിട്ട് അങ്ങോട്ട് ഇറങ്ങാം. അതാ അടങ്ങി നല്ലൊരു നുള്ളിട്ടെടുത്തപ്പോ പോവല്ലേ. ഇപ്പൊ എല്ലാരോടും പറഞ്ഞിറങ്ങി. എല്ലാരും ഉറങ്ങുന്ന ടൈമാണ് കേട്ടോ. 3 മണി ആണ് ആയത്. അതെ, ഉച്ചക്ക് 3 മണി. പിന്നെ ഇതെങ്ങനെ രാത്രി എങ്ങനെ 3 മണി ഇത്ര വെളിച്ചുണ്ടാവാ? വെക്കേഷൻ ടൈമിൽ ട്രിപ്പ് ഞാൻ പോയിട്ടില്ല. ഈ മഴത്തൊക്കെയാണ് ട്രിപ്പ് വളരെ നല്ല ടൈം. അതിപ്പോ ശനി തീരെ ഒഴിവുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മള് അധികം ഇങ്ങനെ പോവലെന്നില്ല. ഈ ഒരു സമയത്ത് നല്ല വൈബേക്കാരം. നമ്മള് മറ്റേ അതുണ്ടല്ലോ ആതിരപ്പള്ളി, മലക്കമ്പാറ, അങ്ങനെ ആ ഒരു ഫോറസ്റ്റിലൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോയി എത്താനുള്ള ഒരു പ്ലാനാണ്. പൊള്ളാച്ചി വഴിയാണ് തിരിച്ചു വരിക കേട്ടോ. ഇൻഷാ അല്ലാഹ് പോയി നോക്കാം. നമ്മള് നേരെ എവിടേക്കാണ്? തൃശ്ശൂർ വഴിയാണ് പോകുന്നത്. തൃശ്ശൂർ വഴിയാകുമ്പോ ഇതിലൂടെ പോവാ. അപ്പം പെട്ടെന്ന് നമ്മൾ ഇസുകുട്ടനെ 2 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഇസുകുട്ടനെ മരുന്ന് പറഞ്ഞ് ഏതായാലും ഒരാളെ പറഞ്ഞു അതിന്റെ ഇടയിൽ ഒരു ചായ, വെറും ചായ ആവോ? അപ്പോത്തിനും ജെംസ്. എന്തിനാണ് ഈ സാധനം കഴിക്കണേ ഇസുട്ടാ? ടേസ്റ്റ് ഉണ്ട്. ഹായ് ഗായ്സ്, അപ്പൊ നമ്മള് വണ്ടി ചേഞ്ച് ആക്കി. അല്ല, വണ്ടിയല്ല, ഡ്രൈവർ ചേഞ്ച് ആക്കി. ഡ്രൈവറിന് ഭയങ്കര തലവേദന. അപ്പൊ തലവേദനക്ക് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ തലവേദന മാറും. സംഭവമാണ്. ഇവിടെ 2 സാധനങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. താലി ബേബിയും ഉണ്ട്. 2 ബെഡിൽ സുഖമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ പോകുന്നത് പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ ആതിരപ്പള്ളി, മലക്കമ്പാറ, വായച്ചാല് വഴി, പൊള്ളാച്ചി വഴി പോരാനാണ് പ്ലാന്. എനിക്കറിയില്ല, എങ്ങനെ പോയി നോക്കാം. നല്ല മഴയൊക്കെ പെയ്ത് അടിപൊളി സംഭവമാണ്. അങ്ങനത്തെ നമ്മൾ രാത്രി ചാലക്കുടിയൊക്കെ എത്തിയ ടൈമിലാണ് പിന്നെ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. അവിടെ ചാലക്കുടി പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. ഒരു ഫാമിലി റെസ്റ്റോറൻ്റ് ആയിരുന്നു. അത്യാവശ്യം ഏകദേശം അവിടെയുള്ള ഫുഡൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈം ആയപ്പോൾ തന്നെ നമ്മളൊരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഇസുകുട്ടന് ഇതാ ഇറങ്ങി എണീറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവന് ചെറിയ ക്ഷീണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് അവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇതാ തലേ ബേബിനൊക്കെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ വെള്ളപ്പും പിന്നെ ബട്ടർ ചിക്കനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഭയങ്കര ഫ്ലോപ്പായിരുന്നു കേട്ടോ ഫുഡ്. നമുക്ക് ഇഷ്ടമായിട്ടില്ല. ഇനി ആ ഒരു ടൈമിൽ ആയതുകൊണ്ടാണോ എങ്ങനെയെന്ന് അറിയില്ല. ഏതായാലും തീരെ ഇഷ്ടമായിട്ടില്ല. ഏതായാലും കിട്ടിയ ഭക്ഷണം കഴിച്ചിട്ട് നമ്മളിതാ നേരെ നമ്മളെടുത്തിട്ടുള്ള ആതിരപ്പള്ളി ആ ഒരു ഏരിയയിലാണ് കേട്ടോ നമ്മളൊരു ഇതെടുത്തുള്ള ഗ്രീൻ സൈഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൂം എടുത്തിട്ടുള്ളതാണ്. അപ്പം അവിടെ എത്തി. അങ്ങനെ അവിടെ എത്തിയ ഉടനെ തന്നെ നമ്മുടെ എല്ലാ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ റൂമിലേക്ക് എത്തിട്ടോ. അങ്ങനെ റൂമിലെത്തി, ആതിരപ്പള്ളി എത്തി. അപ്പോൾ എനിക്ക് ഇഷ്ടം എന്താ അറിയോ, നമ്മള് പോരാണെന്നുണ്ടെങ്കിൽ എത്ര ലോങ് ആണെങ്കിലും വേഗം എത്തണം ആ സ്ഥലം. അവിടെ അടുത്ത് മിനിയൂട്ടി പോണേന് നല്ല. അങ്ങനെയാണെങ്കിൽ കണ്ടിട്ട് കുഴപ്പമില്ലല്ലോ റൂമ്. കുഴപ്പമില്ല, വൃത്തിയൊക്കെ ഉണ്ട് റൂമ്. ഏതായാലും വ്ളോഗൊന്നും വല്ല എടുക്കാൻ പറ്റിയില്ല അല്ലേ ജിനോ? അതെ, നാളെ ആക്കല്ലേ.
പിറ്റേന്ന് ഇതാ രാവിലെ തന്നെ നമുക്ക് ചായ ഒന്നും കിട്ടാത്തത് കൊണ്ട് നല്ല അടിപൊളി റംബൂട്ടാനൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോകുന്ന ടൈമിൽ. പിന്നെ വാനിലേൻ്റെ കേക്ക് അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ്. അപ്പം ഇസുകൂട്ടന് തൽക്കാലത്തിന് പഴവും കാര്യങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന ആ ഒരു ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ആ ഒരു വഴിയാണല്ലോ പോകുന്നത്. അപ്പോൾ അവിടുന്ന് കഴിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അങ്ങനെ ഇതാ നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അതിലേക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവിടെ തൊട്ടടുത്ത് തന്നെ ഹോട്ടൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ബാഗിലൊക്കെ ആക്കിയിട്ട് നേരെ പോവുകയാണ്. അപ്പോൾ ഒരു കുട എടുത്തത് എന്തിനാന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ, ഷോ ഒന്നുമല്ല, മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബേബിക്ക് കൂടി നല്ലതല്ലെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ കയറ്റൊക്കെ കയറുമ്പോൾ ഭയങ്കര സുഖമാണ്. ഈ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി കയറാൻ ഭയങ്കര രസമല്ലേ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ അവിടുത്തെ ഹോട്ടൽ കയറി. ഹോട്ടൽ രണ്ടോ മൂന്നോ ഹോട്ടലുകൾ അവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ ചോദിച്ചോടത്തൊക്കെ ഫുഡ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളാകെ പെട്ടെന്ന് വിചാരിച്ചു, കാരണം കുട്ടിയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ലാസ്റ്റ് പിന്നെ ഒരു ഹോട്ടൽ കയറിയപ്പം ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഈ ചൂട്ടന് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല, എന്നാലും എങ്ങനെയെങ്കിലും ഒരു ഹാഫ് ചപ്പാത്തിയെങ്കിലും അവനെ കഴിപ്പിച്ചു കേട്ടോ. പിന്നെ കുറച്ച് പഴംപൊരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ ഒരു നാട്ടിലെ ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിയില്ല, എന്താണെന്നറിയില്ല. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ഇവിടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലെത്തി. അവിടുന്ന് ആ ഒരു വ്യൂ പോയിൻ്റൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ എത്തിയപ്പം കുറേ പേരുണ്ട് കേട്ടോ. അവിടെ കുളിക്കുന്നവരും ആകുന്നവരൊക്കെ ഉണ്ട്. അപ്പോഴേക്കും രാവിലെ ആയപ്പോഴേക്കും ഇസുകൂട്ടിന് നല്ല അടിപൊളി ഉഷാറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, ഒരു കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇത് കുറച്ച് നേരം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ നമുക്ക് മക്കളൊക്കെ ഉണ്ടായതിൻ്റെ ഒരു പരിമിതി ഉണ്ടല്ലോ അവിടെ. പിന്നെ ഇസുകൂട്ടനായാലും പനിയൊക്കെ ആയതുകൊണ്ട് പിന്നെ വെറുതെ അവനെ വെള്ളത്തിലിറക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നേരെ തിരിച്ചു പോകാൻ കേട്ടോ. നമ്മളെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വായച്ചാൽ, മലക്കപ്പാറ, പിന്നെ വാൽപ്പാറ ഭാഗത്തേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉച്ച ടൈമിലായാലും നല്ല കോട വരുന്നൊരു സ്ഥലമാണെന്നാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഏതായാലും നമ്മൾ നേരെ യാത്ര തിരിച്ചു. കൊയങ്ങിയോ രണ്ടാളും? കൊയങ്ങിയോ? ഇറക്കത്തിനൊരു കയറ്റുണ്ടല്ലോ. അതെ, ഞാൻ ഇറങ്ങുമ്പം പറഞ്ഞ് കയറണോ പോണോന്ന്. ചാടാനൊന്നും സമ്മതിക്കില്ലാന്നുണ്ടെങ്കിൽ വണ്ടിയില്ലേ. അതെ അതെ അതെ, ഈ കയറ്റം ഫുള്ളും കയറണം, അവിടെ എത്തണം. അതൊക്കെ ഞാൻ മനസ്സിലാക്കൂ. അതന്നെ എന്റെ കുട്ടിക്ക് മനസ്സിലായി അവന്റെ അടുത്ത് പോവാണെന്ന്. അങ്ങനെ നടന്ന് തിരിച്ചെത്തിയല്ലേ. അതെ, ഇവിടേക്ക് ഈ സ്ഥാനത്തിൽ കൂടെ പോണൊരു വണ്ടി ഏൽപ്പിക്കണം, എന്നാ പ്രശ്നമില്ല. വണ്ടി പോലെ ഏർപ്പാടാക്കണം അല്ലേ, അവിടെ പൈസ കൊടുക്കാം എന്നാലും വേണ്ടിട്ടല്ലേ. ഈ വാൽപ്പാറയൊക്കെയാണ്. അവന്റെ കാർ എടുത്താലും മതി അല്ലേ. കൊരങ്ങാൻ ബാക്കിൽ അവിടെ നടന്ന് കൊയങ്ങിയോ ചെറുതായിട്ടൊക്കെ. കേറിക്കോ. പോരുന്നില്ലേ ഈ ഇറങ്ങി തിരിയുണ്ടോ? എന്നാ വാ നടക്ക്, കേറി 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 വണ്ടി കേറി. നമ്മള് പോവാണ്. ഇസുകുട്ടനെ ഒരു കൊരങ്ങനെ വെള്ളക്കുപ്പി മൂടി തുറന്നു കുടിക്കണ കണ്ട്. അപ്പൊ അവനക്ക് അതുപോലത്തെ കൊരങ്ങനെ വേണമെന്ന്. ഇഷ്ടായല്ലോ ഇസോ? വാങ്ങി തരണ്ട കേട്ടോ. അപ്പൊ ഇവിടെ തന്നെ വേണോ? വാങ്ങി തരണ്ട കേട്ടോ. ഓക്കെ ഓക്കെ, വേറെ വാങ്ങി ആണോ? എന്നെ പോണ്ട കേട്ടോ. അപ്പോൾ നമ്മ ഇപ്പോ വാൽപ്പാറ റൂട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരു കാട്ടിലൂടെയാണ് പോകുന്നത്. അതെ അതെ. അപ്പം ഇനിയിപ്പോ ഇവിടെ അങ്ങോട്ട് 50 കിലോമീറ്റർ ഉൾക്കാടുകളാണെന്നാണ് പറയുന്നത്. 65 കിലോമീറ്റർ. ഓക്കെ, എന്തായാലും പോയേക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ കാണാം അല്ലേ. ഭാഗ്യമില്ലെങ്കിൽ ഓനൊക്കെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കുത്തിരിക്കാണ് അവിടെ. നമ്മളെല്ലാ പ്രാവശ്യം പോകുമ്പോഴും യെസ്, ആനകൾ മാത്രമാണ് ആക്രമിക്കൂലല്ലോ. നമ്മള് ഇത് മറ്റേ ഇതല്ലേ, എന്താ പറയാ, അല്ലല്ല.
അങ്ങനെ നമ്മൾ മലക്കപ്പാറയിലേക്ക് പോകാനുള്ള ചെക്ക് പോസ്റ്റിൽ നിന്ന് അവിടേക്കുള്ള പാസ്സേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ബാക്കി നമ്മൾ ഇ പാസ് എടുക്കണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോഴാണ് കേട്ടോ നമുക്ക് ഓർമ്മ ഇ പാസിൻ്റെ കാര്യം. ഇനി പോയിട്ട് കിട്ടുമെന്നൊന്നും അറിയില്ല, ഏതായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു. കയറിയ ഉടനെ തന്നെ നമുക്കൊരു ഊണൊക്കെ കിട്ടുന്നൊരു ഷോപ്പ് കിട്ടിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് നല്ല ഊണൊക്കെ അടിച്ചിട്ട് നേരെ പോവാണ് കേട്ടോ. അപ്പോൾ പോണതിൻ്റെ ഇടയിൽ തിരിച്ച് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോട് ചോദിച്ചപ്പോഴാണ് സംഗതി മനസ്സിലായത്. എന്തായാലും അവിടെ ഇ പാസ് ഇല്ലാതെ കടത്തി വിടില്ലാന്ന്. പിന്നെ നമ്മൾ അത്രയും പോയിട്ട് പിന്നെ തിരിച്ച് വരുന്ന ആകെ സീനാവണ്ടല്ലോ. അപ്പോൾ ഏതായാലും നമ്മളെ ട്രിപ്പ് ഫ്ലോപ്പായി എന്നുള്ള അതുകൂടെ മനസ്സിലായി. നേരെ തിരിച്ചതാ വന്നിട്ടോ. ഫോറസ്റ്റിൽ നിർത്തിയാണ് കേട്ടോ. നിർത്താൻ പറ്റുമെന്ന് അറിയില്ല, അത് നിർത്തിയതാണ്. വീഡിയോ എടുക്കാനൊക്കെ ഉണ്ടായില്ല. ഒന്ന് റിലാക്സ് ആണ്. എൻ്റെ പൊന്നെ എന്താ ഭയങ്കര ത്രില്ലിലാണ്. ഒരു കൊരങ്ങനെ വിളിച്ചിട്ട് ഇവിടുത്തെ ഈ ഭാഗത്തെ ഇത് തുറന്നാണ് ഈ ഡോറ്. ആ കൊരങ്ങനല്ല ഇപ്പൊ തിന്നത് വേറെ. അപ്പൊ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. എന്താ റംബൂട്ട കൊടുത്തോ? അപ്പൊ കൊരങ്ങന്മാരെ കാണില്ലല്ലോ, ഓല് കിട്ടിയത് ഒറ്റ പോക്കോയോ? അപ്പൊ ഇസുകുട്ടന്റെ ആഗ്രഹം സക്സസ്ഫുൾ. ഇനി പോട്ടെ. റംബൂട്ടാനെ തൊളിച്ചിരുന്നോ? എന്തൊക്കേനി മലപ്പുറം കത്തി, വാൽപ്പാറ, പൊള്ളാച്ചി അല്ല ജിനോ? എനിക്കപ്പോഴേ തോന്നിയിരുന്നു എൻ്റെ എനിക്ക് ആദ്യേ താല്പര്യമില്ല ടൂർ പോകാൻ, കുടിക്കാൻ നിൽക്കുന്നത്. അപ്പം ഈ പാസ് ഇല്ല, എടുത്തിട്ടില്ല, ഒരു രക്ഷയില്ല, അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇതാ പോയ വണ്ടികളൊക്കെ തിരിച്ചു വരികയാണ്. ആ കാറൊക്കെ ഇപ്പൊ തിരിച്ചു വന്നാണ്. പോകാതൊക്കെ നല്ലത്. അതെ, ഇതൊക്കെ രസം. ഇതൊക്കെ ട്രിപ്പിൽ പറഞ്ഞാണ്, ഇതൊക്കെ ട്രിപ്പിൽ പറഞ്ഞ ജിനോ വിഷയാക്കണ്ട. ഇതൊക്കെ ട്രിപ്പ് സക്സസ്സുകൾ മാത്രമല്ല ട്രിപ്പുള്ളു. ആന അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എന്നാണ് നേരത്തെ ആള് പറഞ്ഞത്. ആനൊന്നുമില്ല പറഞ്ഞത്. ഏതായാലും നമ്മള് തിരിച്ചു പോവാ. ജസ്റ്റ് ഒന്നുമില്ല, അത് ഇങ്ങനൊക്കെ തന്നെ ട്രിപ്പ്. തിരിച്ചു പോവാ ഏതായാലും.